പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ രാജശ്രീ. നന്ദനം ഫുഡ് ഫ്യൂഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി KFC സ്റ്റൈലിലുള്ള ഫ്രൈഡ് ചിക്കനാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഒട്ടും സമയം കളയാതെ KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി അരച്ചെടുത്തത്, മറ്റ് സ്പൈസസ്. ഇതിനു വേണ്ടി 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കന് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കണം. ചിക്കൻ നന്നായി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിഴിയുമ്പോൾ കുരു വീഴാതെ ശ്രദ്ധിക്കണം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതാ ഇപ്പോൾ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത ഈ ചിക്കൻ 2 മണിക്കൂറെങ്കിലും, മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 100 ഗ്രാം മൈദ, 50 ഗ്രാം കോൺഫ്ലോർ എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തത്. ഫ്രീസറിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിക്കനിൽ തയ്യാറാക്കി വെച്ച കൂട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ KFC സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ ഒന്ന് ഓട്സിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ എല്ലാ ഭാഗവും നന്നായി പൊതിഞ്ഞെടുക്കണം ഓട്സിൽ. ഇതാ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ എണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒഴിച്ച എണ്ണ കുറച്ച് കുറഞ്ഞു പോയി.
ഒരുമിച്ച് കൂടുതൽ പീസസ് ഇടരുത്. ഫ്രൈ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, ഉൾഭാഗം വേവാതെയായി പോകും. ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇതാ ഇപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അടുത്തതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള KFC സ്റ്റൈൽ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.